70-80 കാലഘട്ടത്തിൽ തിരുനെൽവേലി എന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തു നിന്നും ഞങ്ങളുടെ കുടുംബ വീട് കോൺവെൻറ്റ് റോഡിലായിരുന്നപ്പോൾ വരുമായിരുന്ന ഒരു മാമി ഉണ്ടായിരുന്നു. അന്ന് മാമിക്ക് ഒരു പക്ഷേ 10-40 വയസ്സുണ്ടാവും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം. ഇവർ വന്നു കഴിഞ്ഞാൽ അവിടെ കോമൺ ബാത്റൂമുണ്ട്. പഴയ കുടുംബ വീടാണ്. വലിയ വീടാണെങ്കിലും ബാത്റൂംസ് കുറവാണ്. അപ്പോൾ ഈ മാമിയെക്കുറിച്ചുള്ള ആക്ഷേപം, ഇവർ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അന്നേ കാലത്ത് കുമുദം, കൽക്കണ്ട്, ആനന്ദവികടൻ തുടങ്ങിയ തമിഴ് മാസികകളുമായിട്ടാണ് ബാത്റൂമിൽ കയറുക. ഒരുപാട് സമയം ഈ ബുക്കൊക്കെ വായിച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങുക. അപ്പോൾ ഇങ്ങനെ ഇവരെക്കുറിച്ച് ഒരുപാട് കളിയാക്കലും, ഇവർ കയറിയാൽ പിന്നെ ഇപ്പോഴെങ്ങ് ബാത്റൂം കിട്ടത്തില്ല എന്നുള്ള ആക്ഷേപവും ഉണ്ട്. എന്തായാലും പിന്നീട് ഇവർക്ക് ഇവരുടെ കാലിന് കുത്തുന്ന പോലെ വേദന, ഭയങ്കരമായ മരവിപ്പ് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അന്ന് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ. പിൽക്കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്, ധാരാളം സമയം നിങ്ങൾ ബാത്റൂമിൽ അല്ലെങ്കിൽ ഈ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മേളിൽ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ഹെമറോയിഡ്സ്, പൈൽസ്, പിന്നെ അനാൽ ഫിഷേഴ്സ്, നിങ്ങൾക്കറിയാം, മുറിവുണ്ടായിട്ട് ഫിഷേഴ്സ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ റെക്റ്റൽ പ്രൊലാപ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങളുടെ റെക്റ്റം അതിൻ്റെ പൊസിഷൻ മാറിയിട്ട് പുറത്തേക്ക് ചാടാം. കൂടുതൽ സമയം നിങ്ങൾ ഈ പോട്ടിലിരുന്നുള്ള കുഴപ്പങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ അപ്പുറമാണ് ഈ നമ്മുടെ ഈ പെറിനിയം എന്ന് പറയുന്ന റീജിയൻ നമ്പാകും. അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ഈ കൂടുതൽ സമയം പോട്ടിലിരിക്കാനുള്ള കുഴപ്പം, ഇരുന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് ദുശീലമുണ്ട്. ഈ പെർണിയം അതിൻ്റെ നെർവ്സിന് ജാമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കാലിനെ ബാധിക്കുന്നു എന്നൊരു പഠനം ഉണ്ട്, വാസ്തവമാണ്. മാത്രമല്ല വളരെ ബാഡ് ഹാബിറ്റാണ്. നമ്മൾ കക്കൂസിൽ പോവുക, നമ്മുടെ കാര്യം കഴിയുക, പെട്ടെന്ന് ഇറങ്ങുക. അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലമല്ലല്ലോ. ഒരുപാട് ബാക്ടീരിയാസും മറ്റുമൊക്കെ അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥലവും കൂടിയല്ലേ. അപ്പം ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അപ്പോൾ ചിലർക്കാണെങ്കിൽ ഭയങ്കരമായ ഗ്യാസ്ട്രൈറ്റിസ്. എന്തായാലും സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ഒരു കാര്യം നടക്കുമോ നടക്കത്തില്ലയോ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെയുള്ള എത്തരം അസ്വസ്ഥതകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒബ്സഷനായിട്ട് കൂടുതൽ സമയം അതിൻ്റെ അകത്തിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈ ദുശീലം മാറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ഹൈജീനിക്കായിട്ട് നിങ്ങൾക്ക് നിത്യജീവനം നയിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം. ഞാൻ കൊല്ലം അയത്തിലെ മെഡിറ്ററിൻ്റെ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. തീർച്ചയായിട്ടും ഇത്തരം ദുശീലങ്ങൾ നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ട്, അത് മാറ്റിയെടുക്കണം എങ്കിൽ എന്നെ സമീപിക്കാം. 9605743596 ആണ് എൻ്റെ നമ്പർ. നമുക്ക് മുഖത്തലയിലും സ്വന്തമായിട്ട് സെൻ്ററുണ്ട്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. വിളിക്കുക, വരിക, ഇത്തരം ദുശീലങ്ങൾ ഒഴിവാക്കുക, അനാരോഗ്യകരമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുക. ഇതൊരു അഡിക്ഷൻ കൂടിയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഹെൽപ്പ് കിട്ടും. വരിക. വെൽക്കം.